എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ, യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം ഇന്നലെ രാത്രി വൈകിയോടെയാണ് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും അറിഞ്ഞിട്ടുണ്ടാവില്ല, രാവിലെ അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്നലെ രാത്രി വൈകിയോടെ തന്നെ വൈകിട്ടായാലും എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി ഫീ, അതായത് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി 575 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി 145 175 ആണ്. ആ ഒരു 200-ൽ താഴെയാണ് SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി വരുന്നത്. അപ് ടു 200-ൽ താഴെയാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് വന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജായിരിക്കാം, ഇഷ്ടമല്ലാത്ത കോളേജായിരിക്കാം, ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം, ഇഷ്ടമല്ലാത്ത കോഴ്സായിരിക്കാം, വാട്ടെവർ. നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കോളേജോ ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്തതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായും ഫീസ് അടയ്ക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറി ആകുമ്പോൾ 575 രൂപ, SC/ST കാറ്റഗറി ആകുമ്പോൾ 200 താഴെ, 145 ആണോ 175 ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് കറക്റ്റ് പറയുന്നത്. എന്തായാലും 200-ൽ താഴെയാണ്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി 200-ൽ താഴെയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, കോളേജ് ജോയിനിങ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. ആ യൂണിവേഴ്സിറ്റി ഫീ കുറിച്ച് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥി മാത്രമേ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതുള്ളൂ. അതിപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, യു ഹാവ് നോ കറണ്ട് അലോട്ട്മെൻറ്റ്, യു ഹാവ് നോ അലോട്ടഡ് ടു എനി കോളേജസ്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്തതുണ്ടാകാം. അപ്പോൾ ഈ ലഭിക്കാത്തവർ എന്ത് ചെയ്യണ്ട, ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. ഓക്കെ, കോളേജ് ജോയിനിങ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ്. രണ്ടാം അലോട്ട്മെൻറ്റ് പുറത്തു വന്നതിന് ശേഷമാണ് കോളേജ് ജോയിനിങ് നടക്കുക. ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചാലും നിങ്ങൾ ഫീസ് അടച്ച് കൺഫേം ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 575 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി 175 145 200-ൽ താഴെയാണ്. ആ ഫീസും അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോവുകയും ശേഷം പ്രവേശനത്തിനായിട്ട് അതാത് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ഹാജരാകേണ്ടത്. അതാത് കോളേജുകളിൽ ഹാജരാവേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ, നിങ്ങൾക്ക് പരമാവധി 20 ഓപ്ഷൻ നൽകാം. നൽകി നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. അപ്പോൾ 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. പിന്നെയുള്ളത് ഇപ്പോൾ ലഭിച്ച 5-ാമത്തെ ഓപ്ഷനും പിന്നെ 4, 3, 2, 1 ഓപ്ഷനുകളുമാണ് പ്രധാനമായിട്ടും അവിടെ ഉള്ളത്. ഓക്കെ, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരമാവധി 20 ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ 20 ഓപ്ഷൻ കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. അപ്പോൾ 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. പിന്നെ ഇപ്പോൾ ലഭിച്ച 5-ാമത്തെയും പിന്നെ 4, 3, 2, 1 ഓപ്ഷനുകളുമാണ് അവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ 5-ാമത്തെ ഓപ്ഷൻ ലഭിച്ചു. നിങ്ങൾ ഈ 5-ാമത്തെ ഓപ്ഷൻ ലഭിച്ചതിൽ നിങ്ങൾ തൃപ്തനാണ്. നിങ്ങൾക്കിനി പുതിയ അലോട്ട്മെൻറ്റോ പുതിയ ഓപ്ഷനോ വേണ്ട. അത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണ്ട. 5-ാമത്തെ ഓപ്ഷനിൽ ഞാൻ പ്രവേശനം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ
ബാക്കി 4, 3, 2, 1 ഓപ്ഷനുകളൊക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കാണാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ, അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ മതിയായിരുന്നു. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 4, 3, 2, 1 ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അങ്ങോട്ട് പോകേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് 5ാമത്തെ മതി എന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തനാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം. എന്നാൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സ് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യരുത്. ഹയർ ഓപ്ഷൻ അവിടെ എന്ത് ചെയ്യണം? നിലനിർത്തണം. ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് കാരണം എന്ന് പറഞ്ഞത്, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ 4, 3, 2, 1 ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നതിന് മിസ്കൃത ഫോൺ റോസ്ക്രേ ഫോർ ദ കരികടൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.